പത്തനംതിട്ടയിലെ കോൺഗ്രസ് മുൻ നേതാവ് ബാബു ദിവാകരനാണ് കുന്നത്തുനാട് മണ്ഡലത്തിലെ 2020 സ്ഥാനാർത്ഥി. കോൺഗ്രസ് വിട്ടെത്തിയ തന്നെ NDA സന്തോഷത്തോടെയാണ് സ്വീകരിച്ചതെന്ന് ബാബു ദിവാകരൻ 24നോട് പറഞ്ഞു. കോൺഗ്രസിൽ നിന്നും പടിയിറങ്ങിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ബാബു ദിവാകരൻ വിതുമ്പി. വളരെ അപ്രതീക്ഷിതമായി എത്തിയ ഒരു സ്ഥാനാർത്ഥിയാണ് കുന്നത്തുനാടിന് NDAക്കുള്ളത്. അപ്രതീക്ഷിത സ്ഥാനാർത്ഥി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പാട്ടും പാടി ജയിക്കുക എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. കഴിഞ്ഞതിന് മുമ്പിലത്തെ പാർലമെന്റിൽ നമ്മളത് കാണുകയും ചെയ്തു. കുന്നത്തുനാട്ടിൽ അത്തരത്തിലൊരു പാട്ടും പാടി വിജയം കാണാൻ പറ്റും. പാട്ടും പാടി ജയിക്കുക എന്നുള്ള പഴമൊഴിയാണല്ലേ. പക്ഷേ ഞാൻ ചെറുതായിട്ട് പാട്ട് പാടും, പക്ഷേ ജയിക്കണമെങ്കിൽ ഇവിടെ പണിയെടുക്കണം. അപ്പം പണിയെടുക്കുന്ന വെച്ചാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് 2020 കൊടുത്ത ഒരു വികസനത്തിൻ്റെ ഒരു മോഡലുണ്ട്. അപ്പോൾ ആ മോഡൽ ഇപ്പോൾ ഇവിടെ NDA കൂടെ ചേരുമ്പോൾ അവർക്ക് ദേശീയ തലത്തിലുള്ള വികസനങ്ങൾ എത്തും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ അവരിലേക്ക് ഇറങ്ങി നമ്മുടെ വിഷനും എന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ കൂടി പറഞ്ഞ് നന്നായി പണിയെടുത്താൽ പാട്ടും പാടി ജയിക്കും. അത്ഭുതങ്ങളുടെയും വിസ്മയങ്ങളുടെയും ഇടയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്താണ് തോന്നുന്നത്? ഇപ്പോഴും ആ സർപ്രൈസിന് താഴെ ഇറങ്ങി ഞാൻ കിളി പോയി നിൽക്കുക. പ്രധാനപ്പെട്ട ഒരു ചോദ്യം, പത്തനംതിട്ടയിൽ ചെറിയൊരു പാർട്ടി പ്രവർത്തനമായി നിൽക്കുന്ന ഒരാളല്ല. പാർട്ടിയുടെ DCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടിരുന്ന ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അത്യാവശ്യം അവിടെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ സൗഹൃദ വലയങ്ങൾ പത്തനംതിട്ടയിലുള്ള ഒരാളാണ്. അപ്പോൾ അത് പാർട്ടി ബേസിലുണ്ടാവും, പാർട്ടിക്ക് പുറത്തുള്ളവരുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് പോരുമ്പോൾ ആ പാർട്ടിയുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ ഇത്രയും കാലം ഇത്രയും പ്രതിസന്ധികൾക്കിടയിൽ തുടങ്ങുന്നത്. അവിടെ നിന്ന് പോരുന്ന സമയത്ത് ഈ സുഹൃത്തുക്കൾ, സൗഹൃദങ്ങളുള്ളവർ അവരെല്ലാം പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു? വളരെ നല്ല ചോദ്യം. യു ആർ ഗ്രേറ്റ് മാൻ. കുറേ സുഹൃത്തുക്കൾ പറഞ്ഞു വിഷമമുണ്ട്, പക്ഷേ ബാബു രക്ഷപ്പെടുമെങ്കിൽ കൊള്ളാൻ പറഞ്ഞു. പക്ഷെ എന്ന് പറഞ്ഞാൽ പാർട്ടി വിട്ടു പോകുന്നതിൽ പിന്നെ എനിക്ക് ഭയങ്കര താങ്കൾ പറഞ്ഞ പോലെ വലിയ സൗഹൃദങ്ങളാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരുണ്ട്, നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അതൊന്നും എൻ്റെ പാർട്ടി കണ്ടില്ല എന്നുള്ളതാണ്. പറഞ്ഞ ഹൃദയം നുറങ്ങുന്നൊരു വേദനയോട് കൂടിയാണ് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ നമ്മുടെ ഈ ഒരു അന്തരീക്ഷത്തിൽ. അതുകൊണ്ട് എൻ്റെ പാർട്ടിയുടെ ആ പോക്കിലും എനിക്ക് പെയിനാണ്. അത്രയ്ക്കും വേദന. നമ്മളിവിടെ കഷ്ടപ്പെട്ടല്ലേ. ഓൾ ദ ബെസ്റ്റ്. തിരഞ്ഞെടുപ്പിൽ നന്ദി പറയട്ടെ. ആരും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയാണ്, അപ്രതീക്ഷിതമായി വന്നതാണ്. ഇനി ഒരുപാട് പ്രതീക്ഷകൾ കാക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ബാബു ദിവാകരൻ്റെ ചുവരിലേക്ക് NDAയും 2020യും ഈ നാട്ടിലെ ജനങ്ങളും എല്ലാം വയ്ക്കുന്നുണ്ട്. കാത്തിരുന്ന് കാണാം എന്തെല്ലാം സർപ്രൈസുകളാണ് അദ്ദേഹത്തിനും ഇനി നമുക്ക് വേണ്ടി തരാൻ കഴിയുക എന്നുള്ളത്. ക്യാമറമാൻ സച്ചിനൊപ്പം ലാൽകൃഷ്ണ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.